സിനിമ ഉണ്ടായ കാലം തൊട്ട് ക്ലാഷ് റിലീസുകൾ ഉണ്ടായിട്ടുണ്ട്. സിനിമ ഉണ്ടായ കാലം തൊട്ട് സൂപ്പർ സ്റ്റാറുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ സൂപ്പർ സ്റ്റാറുകളുടെ ആരാധകർ തമ്മിലുള്ള അടിയും ബഹളവും തല്ലും വാക്കേറ്റവും ഈ ഇന്ത്യൻ സിനിമയൊട്ടാകെ കണ്ടിട്ടുണ്ട്. അതിന് ഈ 2025 ആകുമ്പോൾ പോലും ഒരു തരത്തിലുമുള്ള മാറ്റവുമില്ല. പ്രത്യേകിച്ച് ആരാധകർ അത്രയധികം ഇത്രയും കാത്തിരുന്ന സിനിമകളും കൂടി ആകുമ്പോഴേക്കും പറഞ്ഞു വരുന്നത്, ജനനായകൻ എന്ന സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട് വിജയ ആരാധകർ കാത്തിരിക്കുന്നത് കുറേയധികം നാളുകളായിട്ടാണ്. ആ സിനിമ ജനുവരി 9 റിലീസിനെത്തുമ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റൊരു സിനിമ ജനുവരി 10 റിലീസിനെത്തുന്നത്. അത് ശിവകാർത്തികേയൻ നായകനാകുന്ന പരാശക്തി എന്ന സിനിമയാണ്. ആ സിനിമ റിലീസ് എന്തുകൊണ്ട് അവിടെ വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ശിവകാർത്തികേയനും പരാശക്തി ടീമിനും എതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സൈബർ അറ്റാക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ജനനായകൻ എന്ന സിനിമയുടെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ ഓടുന്ന ആരാധകരെ കണ്ടു. ഇപ്പോൾ സാധാരണ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ആണെങ്കിൽ പോലും ചില തിയേറ്ററുകളിൽ നേരിട്ട് കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റുകൾ റിസർവ് ചെയ്യാം. അങ്ങനെ ഒരു പറഞ്ഞ സമയത്ത് ആരാധകരെല്ലാവരും ചേർന്ന് തിയേറ്ററിന് മുന്നിലേക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓടിക്കതച്ചു പോയി. അവർ നീണ്ട വരിയായിട്ടൊക്കെ നിന്നു. ഭയങ്കര തിരക്കുകളിൽ വെള്ളം പോലും കുടിക്കാണ്ട് ആഹാരം പോലും കഴിക്കാണ്ട് അവർ കുറേ നേരം കൊണ്ട് ആ ക്യൂവിൽ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന പരാശക്തി എന്ന സിനിമയുടെ ഫ്ലെക്സും ഹോർഡിങ്സും അവർ കാണുന്നത്. ദേഷ്യം വന്ന ദളപതി ആരാധകർ ആ ഫ്ലെക്സ് എടുത്ത് കീറുകയും ആ ഫ്ലെക്സിൽ ശിവകാർത്തികേയൻ്റെ തല വെട്ടിമാറ്റുകയും ആ ഫ്ലെക്സ് മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് എറിയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. വിജയ് തന്നെ ഒരു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്, ഏൻ ഫോട്ടോയെ കിഴിങ്കെ ഏൻ ബാനർ ഉടക്കിങ്കെ ആണ് ഏൻ റസികമേൽ മറ്റും കൈവയ്ക്കാതെങ്കെ എന്നുള്ളത് വിജയ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അത് ഏറ്റെടുത്ത വിജയ് ആരാധകരുമുണ്ട്. അതേ വിജയ് ആരാധകരാണ് മറ്റൊരു സിനിമാ നടൻ്റെ പോസ്റ്ററും ഹോർഡിങ്സും ഒക്കെ കീറുന്നത് എന്നതും കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ക്ലാഷ് റിലീസ് വരുമ്പോഴേക്കും എന്തിനവിടെ വെച്ചു എന്നുള്ള ചോദ്യമുണ്ട്. വിജയുടെ ഫെയർവെൽ സിനിമയാണ്. വിജയുടെ ഫെയർവെൽ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു റെസ്പെക്റ്റ് എന്ന രീതിയിൽ ആ ആഴ്ച വേറൊരു സിനിമയും റിലീസ് ചെയ്യുന്നതിനുള്ള നിയമങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഒരു മാനുഷികമായ ആ താരത്തിനോടുള്ള ആരാധനയുടെ പരിഗണന അനുസരിച്ച് അങ്ങനെ വെക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓഡിയോ ലോഞ്ചിൽ വെച്ച് ശിവകാർത്തികേയൻ പറഞ്ഞൊരു വാചകമുണ്ട്. അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്, പക്ഷെ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല എന്നതാണ് ശിവകാർത്തികേയൻ പറഞ്ഞത്. പക്ഷേ ശിവകാർത്തികേയൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഞാനിത് വിജയുടെ എല്ലാമായ മാനേജർ, വിജയുടെ മാനേജറുണ്ട് ജഗദീഷ് പളനിസ്വാമി, ജഗദീഷിനെ വിളിച്ച് ഇക്കാര്യമൊക്കെ പറഞ്ഞു. ജഗദീഷ് പറഞ്ഞു വിജയ് അണ്ണൻ ആശംസകൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇത് അണ്ണൻ തമ്പി പൊങ്കലാണ് എന്നതും കൂടി ശിവകാർത്തികേയൻ പറയുകയും ചെയ്തു. ഞങ്ങളുടെ ഇടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ വെറുതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നതാണ് ആരാധകരോട് ശിവകാർത്തികേയൻ പറഞ്ഞത്. പക്ഷേ ഇത് ഭയങ്കരമായി കത്തി നിൽക്കുകയാണ്. ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള സംസാരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം പരാശക്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് റെഡ് ജയൻറ്റ് മൂവീസാണ്. റെഡ് ജയൻറ്റ് മൂവീസ് ആരുടെയാണ്? ഉദയനിധി സ്റ്റാലിൻ്റെയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു DMK കണക്ഷൻ ഉണ്ട്. നേരെ മറിച്ച് വിജയുടെ ജനനായകനാവട്ടെ, അത് സ്റ്റാൻഡ് ലോൺ ആയിട്ടൊരു KVN പ്രൊഡക്ഷൻ കമ്പനിയാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തമിഴ്നാട് പൊളിറ്റിക്സ്, രാഷ്ട്രീയം, ഇലക്ഷൻസ് 2026 നടക്കാൻ പോകുന്നു. അതിനിടയിൽ BJPയും TVKയും തമ്മിലുള്ള സഖ്യമുണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. DMKക്കെതിരെ BJPയും TVKയും കൂടി ചേർന്നാണോ ഒരു പോരാട്ടം നടത്താൻ പോകുന്നത്? 100 കാര്യങ്ങൾ, സംശയങ്ങൾ, അതിനിടയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള തർക്കങ്ങൾ, അതിനിടയിലുള്ള സിനിമാ ചർച്ചകൾ, അങ്ങനെ ആകെ കൂടെ അവിയൽ പുകഞ്ഞ പരിപാടിയിലാണ് നിലവിൽ തമിഴ്നാട് പൊളിറ്റിക്സ്, രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അസാധാരണമായ സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ ഓരോ തരത്തിലും ഓരോ അപ്ഡേറ്റുകളും പുറത്തു വരുന്നതെന്ന് വേണം തന്നെ പറയാൻ. എന്തായാലും ആരാധകരുടെ ഈ ഒരു പ്രവൃത്തിയോട് എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം?